ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഫോർ എ സിസ്റ്റം ആണ്. നമ്മുടെ ടോപ്പിക്ക് ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഫോർ എ സിസ്റ്റം ആണ്. എന്തായിരുന്നു നമ്മുടെ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ? ലഗ്രാഞ്ചിൻ ഇക്വേഷൻ is given by d by dt of dou L by dou Qj dot minus dou L by dou Qj equal to 0 എന്നാണ് നമുക്ക് അറിയാം. Lagrange equation is d by dt of dou L by dou Qj dot minus dou L by dou Qj equal to 0. ഇതിലെ Qj എന്തായിരുന്നു? Qj is generalized coordinate and Qj dot is the generalized velocity and L is our Lagrangian. L is given by T minus V, that is kinetic energy minus potential energy. L is T minus V, that is kinetic energy minus potential energy. നമുക്ക് ഏതൊരു സിസ്റ്റത്തിന്റെയും ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലഗ്രാഞ്ചിയൻ ഫൈൻഡ് ചെയ്യണം. ലഗ്രാഞ്ചിയൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജിയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയും ആദ്യം കണ്ടെത്തണം. എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ഫൈൻഡ് ചെയ്യുക, അതുപോലെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ആണ് ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ ഒരു സിമ്പിൾ സിസ്റ്റം ആണ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യാണ്. ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എല്ലും അതുപോലെ ആ ബോബിന്റെ മാസ് എമ്മും ആണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ ആഫ്റ്റർ സം ടൈം ഈ പെൻഡുലം എന്ത് ചെയ്യും? ഒന്ന് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഇവിടെയുള്ള ആംഗിൾ ആണ് തീറ്റ. So we have the length of the pendulum is L and the mass of the pendulum is M, and after some time the pendulum is displaced, the angle of displacement is theta. ഇനി ഈ ലെങ്ത് എന്തായിരിക്കും? ഈ ലെങ്ത് എന്താണ്? തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. സോ ഈ ലെങ്ത് വിൽ ബി L sin തീറ്റ ആയിരിക്കും. അതുപോലെ ഈ ലെങ്ത് എന്തായിരിക്കും? L cos തീറ്റ ആയിരിക്കും. നമ്മൾ പെൻഡുലത്തിന്റെ ഒറിജിൻ ചൂസ് ചെയ്യുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. അതായത് ഈ മാസ് സ്ട്രിങ് അറ്റാച്ച് ചെയ്ത ഈ പോർഷൻ ആണ് നമ്മൾ ഒറിജിനായി കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ലഗ്രാഞ്ചിൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. എന്തായിരുന്നു ലഗ്രാഞ്ചിൻ? L equal to T minus V. T is the kinetic energy and V is the potential energy. First of all എന്തായിരുന്നു നമ്മുടെ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി T equal to half mv square. ഇവിടെ
നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു പ്ലെയിനിലെ മോഷൻ ആണ്. എന്ത് ചെയ്യും? മാസ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കും. ഒരു പ്ലെയിൻ മോഷൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ല. സോ നമ്മുടെ വെലോസിറ്റി എന്തായിരിക്കും? v equal to നമ്മൾ രണ്ട് കോർഡിനേറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യാണ്, x കോർഡിനേറ്റും y കോർഡിനേറ്റും. സോ വെലോസിറ്റി വിൽ ബി റൂട്ട് ഓഫ് x ഡോട്ട് സ്ക്വയർ പ്ലസ് y ഡോട്ട് സ്ക്വയർ ആയിരിക്കും. സോ നമ്മുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? t equal to half m into x ഡോട്ട് സ്ക്വയർ പ്ലസ് y ഡോട്ട് സ്ക്വയർ. സോ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ കൈനറ്റിക് എനർജിയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയും ഫൈൻഡ് ചെയ്യണം. സോ കൈനറ്റിക് എനർജി ഫൈൻഡ് ചെയ്യണമെങ്കിൽ x ഡോട്ട് സ്ക്വയറും y ഡോട്ട് സ്ക്വയറും ആദ്യം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പെൻഡുലം നോക്കേ, എന്തായിരുന്നു നമ്മുടെ x കോർഡിനേറ്റ്? x കോർഡിനേറ്റ് ഈസ് L sin തീറ്റ. എന്തായിരുന്നു y കോർഡിനേറ്റ്? y കോർഡിനേറ്റ് ഈസ് L cos തീറ്റ അല്ല, മൈനസ് L cos തീറ്റയാണ്. കാരണം എന്താണ്? നമ്മൾ ഒറിജിനിൽ താഴേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ y കോർഡിനേറ്റ് ഈസ് മൈനസ് L cos തീറ്റ ആണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്? ഇനി നമ്മൾ എക്സും വൈയും കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഡോട്ടും വൈ ഡോട്ടും കണ്ടെത്തണം. എന്തായിരിക്കും എക്സ് ഡോട്ട്? എക്സ് ഡോട്ട് ഈസ് എൽ ഈസ് എ കോൺസ്റ്റന്റ്. സോ എല്ലിനൊരു ചേഞ്ച് ഉണ്ടാവില്ല. എൽ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ഈസ് കോസ് തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട്. സോ എക്സ് ഡോട്ട് സ്ക്വയർ എന്തായിരിക്കും? എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ. ഇനി എന്തായിരിക്കും വൈ ഡോട്ട്? വൈ ഡോട്ട് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട്. സോ വൈ ഡോട്ട് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഡോട്ട് സ്ക്വയറും കിട്ടി, വൈ ഡോട്ട് സ്ക്വയറും കിട്ടി. സോ നമ്മുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി T equal to half into m into x dot square എന്തായിരുന്നു? L square cos square theta theta dot square plus എന്തായിരുന്നു? y dot square equal to L square sin square theta theta dot square ആയിരുന്നു. സോ ഈ ടൈമിൽ L സ്ക്വയറും അതുപോലെ തീറ്റ ഡോട്ട് സ്ക്വയറും എന്താണ്? കോമൺ ആണ്. സോ അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. half into m into L square theta dot square ബ്രാക്കറ്റിന്റെ ഉള്ളിൽ cos square theta plus sin square theta കിട്ടും. എന്തായിരുന്നു? cos square theta and sin square theta, cos square theta plus sin square theta എന്തായിരുന്നു? 1 ആയിരുന്നു. സോ നമ്മുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? half ml square theta dot square എന്ന് നമുക്ക് കിട്ടും. കൈനറ്റിക് എനർജി ഈക്വൽ ടു half ml square theta dot square. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഫൈൻഡ് ചെയ്യാം. എന്തായിരുന്നു പൊട്ടൻഷ്യൽ എനർജി? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കാരണം മാത്രമാണ് നമുക്ക് ഉണ്ടാവുക. V equal to mgh ആണ്. സോ m into g. ഈ ബോബിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഒറിജിനിൽ നിന്ന് L ഡിസ്റ്റൻസ് ആയിരിക്കും. ഒറിജിനിൽ നിന്ന് L cos തീറ്റ ആയിരിക്കും. ബട്ട് ഇവിടെ എന്താണ്? നമ്മൾ താഴേക്കാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് എടുക്കണം. mg into minus L cos തീറ്റ. therefore v equal to minus mgl cos തീറ്റ. സോ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജി v equal to minus mgl cos തീറ്റയും അതുപോലെ കൈനറ്റിക് എനർജി equal to half ml square theta dot square നമുക്ക് കിട്ടി. കൈനറ്റിക് എനർജി equal to half ml square theta dot square and potential energy equal to minus mgl cos theta എന്നും നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ലഗ്രാഞ്ചിയൻ വേണം. ലഗ്രാഞ്ച് equal to t minus v which is equal to half ml square
തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് ഇവിടെ വീണ്ടും എന്തുണ്ട് പൊട്ടൻഷ്യൽ എനർജി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മൈനസ് ഉണ്ട് mgl cos theta which is equal to half ml square theta dot square plus mgl cos theta എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ലഗ്രാഞ്ചിയൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ ലഗ്രാഞ്ചിയൻ L equal to half ml square theta dot square plus mgl cos theta എന്ന് നമുക്ക് കിട്ടി. ഇനി എന്തായിരുന്നു നമ്മുടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ? We have Lagrangian equation d by dt of dou L by dou Qj dot minus dou L by dou Qj equal to 0. ഇതായിരുന്നു നമ്മുടെ Lagrangian equation for a simple pendulum. ഒരു സിമ്പിൾ പെൻഡുലത്തിന് Qj എന്തായിരുന്നു? തീറ്റയാണ് and Qj dot is theta dot. So ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ Lagrange equation എന്താണ്? For simple pendulum we have d by dt of dou L by dou theta dot minus dou L by dou theta equal to 0 എന്ന് നമുക്ക് കിട്ടും. d by dt of dou L by dou theta dot minus dou L by dou theta equal to 0. So നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് dou L by dou theta dot ഫൈൻഡ് ചെയ്യണം. Then d by dt of dou L by dou theta dot ഫൈൻഡ് ചെയ്യണം. Then dou L by dou theta ഫൈൻഡ് ചെയ്യണം. ഇതെല്ലാം ഫൈൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് കിട്ടും. So first of all dou L by dou theta dot. എന്തായിരുന്നു dou L by dou theta dot? നമ്മുടെ L ഇവിടെ ഉണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൈമിൽ മാത്രമേ ഉള്ളൂ തീറ്റ ഡോട്ട്, ഈ ടൈമിൽ ഇല്ല. സോ dou L by dou theta dot equal to half into ml square into 2 theta dot which is equal to ml square theta dot. Then we want to find d by dt of dou L by dou theta dot. d by dt of dou L by dou theta dot which is equal to ml square is a constant and we derivate with respect to theta dot. So we get ml square theta double dot. So d by dt of dou L by dou theta dot equal to ml square theta dot. Similarly dou L by dou theta, what will be dou L by dou theta? Dou L by dou theta, here our L equal to half ml square theta dot square plus mgl cos theta. L ലെ തീറ്റ ഉള്ള ടൈം ഈ ടൈം മാത്രമേ ഉള്ളൂ. സോ dou L by dou theta equal to mgl into cos theta, mgl into cos theta ഡെറിവേറ്റീവ് എന്തായിരുന്നു? മൈനസ് sin theta. So dou L by dou theta is dou L by dou theta equal to minus mgl sin theta എന്ന് നമുക്ക് കിട്ടും. സോ എന്താവും? സോ നമ്മുടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ will be then we get എന്തായിരുന്നു? d by dt of dou L by dou theta dot, d by dt of dou L by dou theta dot equal to ml square theta dot theta double dot ml square theta double dot minus എന്തായിരുന്നു? dou L by dou theta equal to minus
mgl sin theta minus mgl sin theta equal to 0. ml square theta double dot minus mgl sin theta equal to 0. It is equal to ml square theta double dot plus mgl sin theta equal to 0. So നമ്മൾ എന്ത് ചെയ്തു? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ലഗ്രാഞ്ചിയൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ml square theta double dot plus mgl sin theta equal to 0 നമുക്ക് കിട്ടി.